കാറ്റുകളുമില്ല. എന്തിന് ഈ പ്രപഞ്ചം തന്നെയില്ല. എങ്ങും നിറഞ്ഞു കവിയുന്ന അന്ധകാരം മാത്രം. അപ്പോൾ ദൈവമെന്ന സർവ നന്മയും സർവവ്യാപിയും സർവജ്ഞാനിയുമായ അഭൗമ ശക്തി പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ തീരുമാനിച്ചു. അവിടുന്ന് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചു. കരയെയും വെള്ളത്തെയും വേർതിരിച്ചു. മലകളെയും കാടുകളെയും സൃഷ്ടിച്ചു. പലതരത്തിലുള്ള സസ്യങ്ങളെയും പൂക്കളെയും സൃഷ്ടിച്ചു. കരയിലും കടലിലും ജീവിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. മനോഹരമാണെന്ന് മനസ്സിലാക്കിയ ദൈവം ഇവയെല്ലാം പരിപാലിക്കുവാൻ ഒരു സൃഷ്ടി വേണമെന്ന് തീരുമാനിച്ചു. അവൻ മണ്ണ് കുഴച്ച് ഒരു മനുഷ്യനെ ഉണ്ടാക്കി. അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് തന്റെ ജീവശ്വാസം പകർന്നു നൽകി. ഞാൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളുടെയും മേൽ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ വൃക്ഷത്തിൽ നിന്നും നീ ഭക്ഷിക്കരുത്. ഭക്ഷിച്ചാൽ ആ ദിവസം നീ മരിക്കും. അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവന് ചേർന്ന ഒരു ഇണയെ നൽകുവാൻ തീരുമാനിച്ചു. ആദത്തെ ഗാഢനിദ്രയിലാക്കിയ ദൈവം അവന്റെ ഭാര്യയിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചു.
പോയാലും രണ്ടാളും കൂടി പാട്ടും പാടി കൂട്ടും കൂടി നടക്കുവാണല്ലോ. ഓ, അതൊക്കെ പോട്ടെ, നീ വല്ലതും കഴിച്ചോ? ഓ, ഞാൻ ഇച്ചിരി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിച്ചെന്നേ. നല്ല സൂപ്പർ ആയിരുന്നു. നീ സലാഡില് ഈ പഴം ഇട്ടായിരുന്നോ? അയ്യോ, ഈ പഴം കഴിക്കാൻ പാടില്ല. കഴിച്ചാൽ ഓൺ ദ സ്പോട്ടില് ഞങ്ങൾ രണ്ടാളും തീരും. എന്റെ ഹവ പെണ്ണെ, ഈ കല്ല് വെച്ച നുണയൊക്കെ നിന്നോട് ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? ആ ദൈവമാണോ? നീ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ചത്തോന്ന്. ഇല്ലല്ലോ, എന്നും രാവിലെയും വൈകിട്ടും പഴം പറിച്ചിരുന്ന എന്നോടാണോ നീ ഇതൊക്കെ പറയുന്നത്? എടി ഹവാമേ, എന്നാ നീ ഇത് കേട്ടോ. ഈ തോട്ടത്തിലെ ഏറ്റവും ടേസ്റ്റി ഫ്രൂട്ടാണിത്. ഇത് കഴിച്ചാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ പറന്ന്